കാസർഗോഡ് പെരിയ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ പെരിയയുടെ വീടിന് തീവയ്ക്കാൻ ശ്രമം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പൂമുഖത്തുണ്ടായിരുന്ന കസേരകളും മറ്റു സാധനങ്ങളും കത്തിനശിച്ചു. വീട്ടുമുറ്റത്ത് കിടന്ന കാറിന്റെ ചില്ലും തകർത്തു. പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവെടുത്തു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അക്രമം നടക്കുമ്പോൾ രാജൻ പെരിയയും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ല. അതേസമയം പെരിയ ഇരട്ട കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഒപ്പം തന്നെ കൊലപാതകത്തിൽ പെരിയയിലെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതാണ് വീട് തീവയ്ക്കുന്നതിലേക്ക് വരെ എത്തിയത്. ചൊവ്വാഴ്ച മുതൽ 48 മണിക്കൂർ നിരാഹാര സമരം ആരംഭിക്കാൻ DCC യോഗം തീരുമാനിച്ചു. അതേസമയം കേസ് അന്വേഷണത്തിന് നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സംഘം ജില്ലയിലെത്തി. നിലവിലെ അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ള കേസ് ഫയൽ നാളെ കൈമാറും. കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം സംബന്ധിച്ച അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിന്റെ നിയമസാധുതകൾ പരിശോധിക്കാൻ ജില്ലയിൽ കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള അഭിഭാഷകർ യോഗം ചേർന്നു. തുടർന്ന് കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി. കൊല്ലപ്പെട്ടവരുടെ വീട്ടിലെത്തിയ KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരനും നിയമ പോരാട്ടത്തെക്കുറിച്ച് ബന്ധുക്കളുമായി ചർച്ച ചെയ്തു. ഇന്നലെ ജില്ലയിലെത്തിയ ക്രൈംബ്രാഞ്ച് DYSP പ്രദീപ് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കേസ് ഫയൽ വിശദമായി പഠിച്ച ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം യോഗം ചേർന്ന് അന്വേഷണത്തിന്റെ രീതി തീരുമാനിക്കുക. സംഘത്തെ നയിക്കുന്ന SP മുഹമ്മദ് റഫീഖ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വരും ദിവസങ്ങളിൽ DGP ലോക്നാഥ് ബെഹ്റയും ജില്ലയിലെത്തിയേക്കും. പെരിയ ഇരട്ട കൊലക്കേസിലെ അന്വേഷണം പ്രാദേശിക തലത്തിൽ ഒതുങ്ങിയപ്പോൾ അവഗണിക്കപ്പെട്ടത് അന്വേഷണ ഘട്ടത്തിൽ നിർണായകമായെന്ന് അന്വേഷണ സംഘം വിലയിരുത്തിയ തെളിവുകളാണ്. പ്രാദേശിക നേതാക്കളുടെ സഹായത്തോടെ പുറത്തു നിന്നുള്ള ക്വട്ടേഷൻ സംഘം നടത്തിയ കൊലപാതകം എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ നിഗമനം. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളും ശേഖരിച്ചു. എന്നാൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവരെ ഉന്നത നേതാക്കൾ ഇടപെട്ട് ഹാജരാക്കിയതോടെ അന്വേഷണത്തിന്റെ ഗതി മാറി. കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി 17 നടന്ന സംഘാടക സമിതി യോഗത്തിൽ ശരത് ലാലും കൃപേഷും പങ്കെടുത്തിരുന്നു. ഇവരുടെ നീക്കങ്ങൾ കണ്ണൂർ രജിസ്ട്രേഷനിലുള്ള ജീപ്പിലെത്തിയ സംഘം നിരീക്ഷിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. CPMന്റെ ഒരു പ്രാദേശിക നേതാവ് ശരത് ലാലിനെയും സംഘത്തെയും ജീപ്പിലെത്തിയവർക്ക് കാണിച്ചു കൊടുത്തെന്നും ചിലർ മൊഴി നൽകി. അന്നു രാത്രിയായിരുന്നു കൊലപാതകം. രാത്രി കണ്ണൂർ രജിസ്ട്രേഷനിലുള്ള വാഹനം അമിത വേഗത്തിൽ ചെറുവത്തൂർ വഴി കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കൊലപാതകം നടന്ന സമയവുമായി താരതമ്യം ചെയ്തപ്പോൾ ഇത് കല്യോട്ട് ഭാഗത്തു നിന്നും വന്നതാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വിലയിരുത്തി. എന്നാൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പിന്നീട് ഉണ്ടായില്ല. കൊല്ലപ്പെട്ട യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ നിന്ന് 2 വിരലടയാളങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇവയുടെ ശാസ്ത്രീയ പരിശോധന ഇതുവരെ നടന്നിട്ടില്ല. കൊലപാതക സംഘത്തിൽ 8 പേരാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും ഈ വിരലടയാളങ്ങൾ ഇവരിൽ ആരുടേതെങ്കിലും ആണോ എന്ന കാര്യം പരിശോധിച്ചിട്ടില്ല. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് 3 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തിരുന്നു. ഇതിൽ 2 എണ്ണം കൊല്ലപ്പെട്ട യുവാക്കളുടേതായിരുന്നു. ശേഷിക്കുന്ന ഫോൺ ആരുടേതെന്ന് പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൊലപാതക വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ ആരുടെയോ ഫോൺ വീണുപോയതാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കൃപേഷിനെ ആദ്യം വെട്ടിയത് 3-ാം പ്രതി KM സുരേഷ് ആണെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. സംഘത്തിലെ പ്രതികളെല്ലാം സുഹൃത്തുക്കളും മുൻ പരിചയക്കാരുമാണ്. തന്നെ ആക്രമിച്ചവരോട് പക വീട്ടാനായി രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് മറ്റുള്ള പ്രതികളെല്ലാം ചേർത്ത് 1-ാം പ്രതി പീതാംബരൻ പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പീതാംബരനും സജിയും ഒഴികെയുള്ള 5 പ്രതികളെയും പോലീസ് കാഞ്ഞങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. KM സുരേഷ്, G ഗിജിൻ, A അശ്വിൻ, R ശ്രീരാഗ്, K അനിൽകുമാർ എന്നീ 5 പ്രതികളും കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.